നിങ്ങളൊരു മാന്യനാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകാനുള്ള ഒരു അവസരമാണത്. അതായത് നമുക്കൊരു കോൾ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം. അങ്ങനെയുള്ള സമയത്ത് ഒരു എസ്എംഎസ് കൊടുത്തുകൊണ്ട് അതായത് നമ്മുടെ സാഹചര്യം എന്താണെന്ന് അവരെ അറിയിച്ചുകൊണ്ട് ആ കോൾ കട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് കേസ് ആൻഡ്രോയിഡിലും ഐഫോണിലും നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൊടുത്തുകൊണ്ട് നമുക്കിപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മീറ്റിംഗിലാണ്, എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് ടൈപ്പ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ള കേസ് വീഡിയോയിൽ കൂടി മനസ്സിലാക്കി എടുക്കാം. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക. വളരെ ചെറിയൊരു അറിവാണെങ്കിലും പക്ഷേ പലർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ്രോയിഡ് ഫോണിൽ ഈ സെറ്റിംഗ്സ് എനേബിൾ ചെയ്യുന്നതിനായി നിങ്ങളുടെ ഫോണിലുള്ള നമ്മുടെ ഫോൺ ആപ്പ്, ആ ഫോണിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അവിടെയായിട്ടുള്ള 2 ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. 2 അല്ലെങ്കിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഈ സെറ്റിംഗ്സിൽ നിങ്ങൾ കുറച്ച് നിങ്ങൾ താഴേക്കായി പോയി കഴിഞ്ഞാൽ റിജക്റ്റ് വിത്ത് SMS എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ റിപ്ലൈ വിത്ത് SMS ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, സോറി ഐ കനോട്ട് ആൻസർ ദി ഫോൺ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു മെസ്സേജിനെ നിങ്ങളുടെ കസ്റ്റമായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനാണെങ്കിൽ മലയാളത്തിൽ നമുക്ക് മാറ്റുന്നതിനായി സാധിക്കുന്നതിനാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. മലയാളമാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മലയാളം ഇവിടെ വരും. നമ്മൾ ആ കോൾ ചെയ്യുന്ന സമയത്തായി നമുക്ക് ഇതുപോലെ അടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് അവിടെ വന്ന് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആൻഡ്രോയിഡിൽ ഇങ്ങനെ ചെയ്യുക. ഐഫോണിൽ എങ്ങനെയാണ് കൂടി നമുക്ക് നോക്കാം. ഐഫോണിൽ നിങ്ങൾക്ക് ഇതുപോലെ ടെക്സ്റ്റ് SMS മെസ്സേജുകൾ കസ്റ്റമൈസ് ചെയ്യുന്നതിനായി നിങ്ങൾ പോകേണ്ടത് സെറ്റിംഗ്സ് എന്നതിലേക്ക് പോവുക. അവിടെ നിന്ന് നമ്മുടെ ഫോൺ എന്നുള്ള ആപ്ലിക്കേഷൻ എടുക്കുക. ഇവിടെ നിങ്ങൾ ഫോൺ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ എന്നുള്ള ആപ്ലിക്കേഷൻ കിട്ടും. ഫോൺ എന്ന ആപ്ലിക്കേഷൻ കിട്ടിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചും താഴേക്കായി പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെസ്പോണ്ട് വിത്ത് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. നിങ്ങൾ ആ റെസ്പോണ്ട് വിത്ത് ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഞാനിവിടെ 2 സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്തായി നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെയായി നമുക്കിതുപോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. അവിടെ അടിച്ച് നിങ്ങൾ എന്താണ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്, ഇത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ കോൾ വരുന്ന സമയത്തായി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക.